ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്വിസ്മാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസിൻ്റെ രണ്ടാം ഭാഗമാണ്. സാമൂഹ്യശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ചക്രവർത്തി ആര്? ഉത്തരം അശോകൻ. അടുത്ത ചോദ്യം, ശ്രീബുദ്ധന്റെ മറ്റു പേരുകൾ ഏവ? ഉത്തരം ശാക്യമുനി, തഥാഗതൻ. അടുത്ത ചോദ്യം, ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം ഏത്? ഉത്തരം അഹിംസ. അടുത്ത ചോദ്യം, ശ്രീബുദ്ധന്റെ ആദ്യകാല പേരെന്ത്? ഉത്തരം സിദ്ധാർത്ഥൻ. അടുത്ത ചോദ്യം, വർത്തമാന മഹാവീരന്റെ പിതാവ് ആരായിരുന്നു? ഉത്തരം സിദ്ധാർത്ഥൻ. അടുത്ത ചോദ്യം, വർത്തമാന മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കരൻ ആയിരുന്നു? ഉത്തരം 24-ാമത്തെ. അടുത്ത ചോദ്യം, 23-ാം തീർത്ഥങ്കരൻ ആരായിരുന്നു? ഉത്തരം പാർശ്വനാഥൻ. അടുത്ത ചോദ്യം, ശ്രീബുദ്ധൻ നിർവാണം പ്രാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കുശിനഗരം. അടുത്ത ചോദ്യം, നന്ദവംശത്തെ ആദ്യത്തെ രാജാവ് ആരായിരുന്നു? ഉത്തരം മഹാപത്മനന്ദൻ. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ആര്? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും ഗുരുവും ആരായിരുന്നു? ഉത്തരം ചാണക്യൻ. അടുത്ത ചോദ്യം, സമാധാനത്തിന്റെ പ്രചാരകനായി മാറിയ ലോക ചരിത്രത്തിലെ ഏക ചക്രവർത്തി? ഉത്തരം അശോകൻ. അടുത്ത ചോദ്യം, മൗര്യ വംശത്തിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ഉത്തരം ബൃഹദ്രഥൻ. അടുത്ത ചോദ്യം, രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ഡെമസ്ട്രീസ്. അടുത്ത ചോദ്യം, ആദ്യകാല ചേരന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? വഞ്ചിറുത്തൂർ. അടുത്ത ചോദ്യം, പാണ്ഡ്യ രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം മധുര. അടുത്ത ചോദ്യം, അടിമവംശത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധിപൻ ആര്? ഉത്തരം ഗിയാസുദ്ദീൻ ബാൽബർ. അടുത്ത ചോദ്യം, സംഘകാലത്തെ ഏറ്റവും വലിയ കവയിത്രി ആരായിരുന്നു? ഉത്തരം ഔവയ്യാർ. അടുത്ത ചോദ്യം, ഗുപ്ത ചക്രവർത്തിമാരുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? ഉത്തരം സംസ്കൃതം. അടുത്ത ചോദ്യം, അവസാനത്തെയും ചോദ്യം, ഖിൽജി വംശം സ്ഥാപിച്ചതാര്? ഉത്തരം ജലാലുദ്ദീൻ ഖിൽജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയുമായി പല പല ഭാഗങ്ങളായി വരുന്നതാണ്. ഇപ്പോൾ തന്നെ പഠിച്ച് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.